അഡ്രിയാൻ ലൂണ എന്ന പ്ലെയറിനെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ 2016-ൽ മഞ്ഞപ്പട ആരാധകർ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു താരമുണ്ടായിരുന്നു. പലർക്കും ഇപ്പോഴും മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത പേര് ജോസു കുര്യസ്. ഇന്ന് ആ താരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജോസു കുര്യസ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ പേരൊരു സാധാരണ വിദേശ താരത്തിന്റെ പേരല്ല. ചില താരങ്ങൾ ഗോൾസ് കൊണ്ട് ഓർമ്മിക്കപ്പെടും, ചിലർ ട്രോഫീസ് കൊണ്ട് ഓർമ്മിക്കപ്പെടും. പക്ഷെ ജോസ് പോലുള്ള ചില താരങ്ങൾ ഫുട്ബോൾ എന്ന കളിയെ മനസ്സിലാക്കിയ ആളുകളുടെ ഹൃദയത്തിൽ സെറ്റിലായി ജീവിക്കും. അതെ, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു ഫോറിൻ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേർ എസ്റ്റിറ്റേഷൻ ഇല്ലാതെ തന്നെ പറയുന്ന പേര് ജോസു തന്നെയായിരിക്കും. കാരണം അദ്ദേഹം ഫ്ലാഷി ഫുട്ബോൾ കളിച്ചില്ല, അൺനെസസറി ഷോ ചെയ്തില്ല. പക്ഷേ കളത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ടീമിനെ മൊത്തം കൺട്രോൾ ചെയ്ത മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ലാമാസിയയിൽ വളർന്ന താരമാണ് എന്ന് കേട്ടപ്പോൾ തന്നെ ആരാധകർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ലാമാസിയ എന്നത് വെറും അക്കാദമിയല്ല, ഫുട്ബോൾ ഇന്റലിജൻസ് ഉണ്ടാക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ നിന്ന് വരുന്ന താരങ്ങൾ പന്ത് കിക്ക് ചെയ്യാൻ മാത്രം പഠിച്ചവരല്ല, ഫുട്ബോൾ വായിക്കാൻ പഠിച്ചവരും കൂടിയാണ്. ജോസു കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയപ്പോൾ ആദ്യ മത്സരങ്ങൾ കണ്ട ആളുകൾക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായിരുന്നു: ഈ മനുഷ്യൻ ബോൾ ടച്ച് ചെയ്യുന്ന രീതി പോലും വേറെ തന്നെയാണ്. അന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീം പെർഫെക്റ്റ് ആയിരുന്നു. ആ സീസണിൽ തന്നെ അവർ ഫൈനലും എത്തിയിരുന്നു. ആ ടീമിലായിരുന്നു ജോസു എന്ന താരം. മറ്റു താരങ്ങൾ പാനിക് ആകുന്ന സമയത്ത് പോലും ഈ മനുഷ്യൻ തല ഉയർത്തി കാമായി പാസ് നൽകും. പ്രഷർ വന്നാലും ബോഡി ബാലൻസ് നഷ്ടപ്പെടില്ല. ഓപ്പോസിഷൻ പ്രസ് ചെയ്താലും ചെറിയൊരു ടച്ച് കൊണ്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യും. സ്റ്റേഡിയത്തിലിരുന്ന ആ മഞ്ഞപ്പട ആരാധകർ മനസ്സിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇവൻ ഇന്ത്യൻ ഫുട്ബോളിനേക്കാൾ വലിയ ലെവലുള്ള പ്ലെയർ ആണ്. ജോസുവിനെ ആരാധകർ ഇഷ്ടപ്പെട്ടത് നമ്പേഴ്സ് കൊണ്ടല്ല. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനായി വലിയ ഗോൾ ടാലി ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ ഫുട്ബോൾ സ്റ്റാറ്റിക്സ് പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, അതാണ് ജോസു. ഒരു പാസ് കൊടുത്താൽ അറ്റാക്ക് ഡേഞ്ചറസ് ആകും, ഒരു ടച്ച് എടുത്താൽ ഗെയിം സെറ്റിലാകും, ഒരു കാംനെസ് മുഴുവൻ ടീമിലേക്കും സ്പ്രെഡ് ചെയ്യും. അത്തരത്തിലുള്ള ഫുട്ബോൾ ബ്രെയിൻ ആയിരുന്നു ജോസു. പിന്നെ ആ ലെജൻഡറി ഗോളും, നോർത്ത് ഈസ്റ്റിനെതിരെ അദ്ദേഹം അടിച്ച ആ റോക്കറ്റ്, ആ ഷോട്ട് പോയ നിമിഷം സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡ് സൈലൻസ് വന്നിരുന്നു. ജോസു എന്ന മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ പെർമനന്റ് ആയ നിമിഷമായിരുന്നു അത്. ഇന്നും പഴയ ഹൈലൈറ്റ്സ് തുറന്നു നോക്കുമ്പോൾ ആരാധകർക്ക് ഗൂസ് ബംസ് വരുന്ന ഗോൾ. 2016 സീസണിൽ പലർക്കും സർപ്രൈസായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. മിഡ്ഫീൽഡ് മജീഷ്യൻ ആയിരുന്ന ജോസുവെ ലെഫ്റ്റ് ബാക്ക് ആയി കളിപ്പിച്ചു. സാധാരണ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിനെ ഡിഫൻസിലേക്ക് മാറ്റിയാൽ ഇമ്പാക്റ്റ് കുറയും. പക്ഷെ ഇവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും അദ്ദേഹം ഗെയിം കൺട്രോൾ ചെയ്തു. ഓവർലാപ്പിംഗ് റൺസ്, അക്യുറേറ്റ് ക്രോസസ്, ഡിഫൻസീവ് ഇന്റലിജൻസ് എല്ലാം ചേർന്ന് അദ്ദേഹം കംപ്ലീറ്റ് ഫുട്ബോളർ ആണെന്ന് തെളിയിച്ചു. അന്നത്തെ കോച്ചിന് പോലും ജോസു പോലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി എത്ര കിട്ടുമെന്ന് മനസ്സിലായി. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ജോസുവിനോട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ മറ്റൊരു കാരണം കൂടി, അതവന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഇന്നത്തെ ഫുട്ബോളിൽ സോഷ്യൽ മീഡിയ ഹൈപ്പ് വളരെ ഈസിയാണ്. 2 ഗുഡ് മാച്ച് കളിച്ചാൽ പ്ലെയേഴ്സ് സെൽഫ് പ്രൊമോഷൻ തുടങ്ങും. പക്ഷെ ജോസു സൈലന്റ് ആയിരുന്നു. ഫ്ലാഷി ഹെയർ സ്റ്റൈൽ ഇല്ല, അൺനെസറി അഗ്രിസേഷൻ ഇല്ല, ഫേക്ക് പാഷൻ കാണിക്കുന്ന സെലിബ്രേഷൻ ഇല്ല. കളത്തിൽ ഫുട്ബോൾ മാത്രം. അതുകൊണ്ടാണ് ആരാധകർ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തത്. ഇന്ന് പോലും ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോൾ കമന്റ് സെക്ഷനിൽ ആളുകൾ എഴുതും: ജോസു പോലൊരു മിഡ്ഫീൽഡറെ വേണം. ചിലർ നേരെ തന്നെ പറയും ജോസു വീണ്ടും വന്നിരുന്നെങ്കിൽ. കാരണം ഇന്നത്തെ ഫുട്ബോളിൽ ഫിസിക്കലി സ്ട്രോങ് പ്ലെയേഴ്സ് കിട്ടും, പേസ് ഉള്ള പ്ലെയേഴ്സും കിട്ടും. പക്ഷെ ഗെയിം ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന ഫുട്ബോൾ ബ്രെയിൻ റയറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ മിഡ്ഫീൽഡ് കാണുമ്പോൾ പോലും പല ആരാധകർക്കും പഴയ ജോസുവിനെ ഓർമ്മ വന്നിരുന്നു. കാരണം ബോൾ റിസീവ് ചെയ്യുന്ന കാൾമനസ്, പ്രഷർ എസ്കേപ്പ് ചെയ്യുന്ന ക്വാളിറ്റി, അറ്റാക്ക് ബിൽഡ് ചെയ്യുന്ന മെച്യൂരിറ്റി, ഇതെല്ലാം ഇന്നും മിസ്സിംഗ് ആണെന്ന് പലർക്കും തോന്നും. സത്യത്തിൽ ജോസു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ട്രോഫീസ് ഒന്നും ജയിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം നേടിയ ഏറ്റവും വലിയ ട്രോഫി ആരാധകരുടെ സ്നേഹമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഫോറിൻ പ്ലെയേഴ്സിനെ ഇങ്ങനെ ഓർക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് വിദേശ താരങ്ങൾ വന്നു പോയിട്ടുണ്ട്, ഗോൾസ് അടിച്ചു, മണി വാങ്ങി, ഡിസപ്പിയർ ആയി. പക്ഷെ ജോസു ഡിസപ്പിയർ ആയില്ല. അദ്ദേഹം ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഫുട്ബോൾ മെമ്മറീസിൽ ജീവിക്കുന്നു. അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം പലർക്കും ജോസുവിനെ ഓർമ്മ വന്നിട്ടുണ്ടാകാം. എന്തായാലും ഇനിയും ഒരുപാട് ജോസു കേരള ബ്ലാസ്റ്റേഴ്സിൽ വരട്ടെ എന്നും നല്ല ഓർമ്മകൾ സമ്മാനിച്ചതിന് നന്ദിയെന്നും മഞ്ഞപ്പട രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ജോസുവിനെ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.